ഭാനുമ്മേ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ബർത്ത്ഡേ ഫംഗ്ഷൻ നടത്തിയില്ലെങ്കിലും നിന്റെ കാര്യത്തിൽ അച്ഛൻ എന്തോ തീരുമാനം എടുത്തോന്ന് പറഞ്ഞ കാര്യത്തില് മാറ്റമൊന്നും ഉണ്ടാവില്ല. എന്തായാലും എല്ലാരും വിളിച്ചു വരുത്തി അവരുടെ മുമ്പിൽ വെച്ചുള്ള പ്രഖ്യാപനമൊന്നും ഉണ്ടാവില്ലല്ലോ. എനിക്കത് മതി. അല്ല, അച്ഛൻ നിന്റെ കാര്യത്തിൽ എന്ത് പ്രഖ്യാപനം നടത്തുമെന്ന മഞ്ചാടി നീ വിചാരിക്കുന്നത്? അതറിയാങ്കി ഇത്ര കൺഫ്യൂഷൻ ഉണ്ടോ ഭാനുമ്മ? എന്റെ അടുത്തുനിന്ന് എല്ലാരും ഇത് സർപ്രൈസ് ആക്കി വെച്ചേക്കുമല്ലേ. രഘുവേട്ടൻ അമ്പിളി ചേച്ചിക്ക് അറിയായിരിക്കും. അതൊക്കെ നിന്റെ വെറും തോന്നല. അമ്മാവന്റെ തീരുമാനം എന്താന്ന് അമ്മാവനെ അറിയൂ. അത് നമ്മളൊന്നും ചിന്തിക്കുന്ന പോലെ ആവണമെന്നുമില്ല. ശബരീട്ടാ, ചീര ചേച്ചിക്ക് ഇപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ശബരീട്ടാ? ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, പക്ഷെ വേറെ ചില പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടതേ. ഞാനത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയാത്തത്. എന്താ ശബരീട്ടാ? ആ വീഴ്ചയില് ചീരുവിന്റെ വയറ്റിലെ കുഞ്ഞിന്റെ പൊസിഷനൊക്കെ മാറിക്കിടക്കുന്നതായിട്ടാ ഡോക്ടർ വിനയനോട് പറഞ്ഞിരിക്കുന്നത്.